നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. മൃദംഗതുടിതാളങ്ങൾ കേട്ടനുഭവിക്കാമി തന്നിലയിലെന്നേടമോർത്തു മമ പാർക്കുന്നതല്ല മനമാളാന ബദ്ധകരിതീൻ കണ്ട പോലെ ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 43-ാം പദ്യം. കുണ്ടലിനി പ്രാണൻ സുഷുമ്ന വഴി ആധാരചക്രങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു യോഗിക്ക് ആശ്ചര്യകരങ്ങളായ പല അനുഭവങ്ങളും ഉണ്ടാകുന്നു. പ്രാണൻ ഹൃദയസ്ഥാനത്തുള്ള അനാഹത ചക്രത്തിലെത്തുന്നതോടെ മധുരങ്ങളായ പല നാദങ്ങളും യോഗിക്ക് ശ്രവണ വിഷയമാകുന്നു. ഈ അദ്ഭുത അനുഭവത്തിനായി തൻ്റെ മനസ്സ് അത്യധികം കൊതിക്കുന്നുവെന്നാണ് 43-ാം പദ്യത്തിൽ ആചാര്യൻ വെളിപ്പെടുത്തുന്നത്. 43. ഢക്കാമൃദംഗതുടി താളങ്ങൾ പോലെയുടനോർക്കാമിതന്നിലയിലെന്നേടമോർത്തു മമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. അന്നിലയിൽ കുണ്ടലിനി പ്രാണൻ ഷഡാധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഡക്ക മൃദംഗ തുടി താളങ്ങൾ പോലെ പെരുമ്പറ, മൃദംഗം, കടുംതുടി മുതലായ വാദ്യവിശേഷങ്ങളുടെ മധുരധ്വനികൾക്ക് തുല്യങ്ങളായ ശബ്ദങ്ങൾ ഉടൻ ഓർക്കാം, ഉടനെ കേൾക്കാനിടവരും എന്നേടമോർത്ത് യോഗശാസ്ത്ര പ്രസിദ്ധമായ ഇക്കാര്യം വിചാരിച്ച് മമ മനം, എൻ്റെ മനസ്സ് ആളാനബദ്ധകരി കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന തീൻ കണ്ട പോലെ അകലെയായി ഭക്ഷണസാധനം കണ്ടാൽ എന്ന പോലെ ആകാംക്ഷാഭരിതമായി തീർന്നിരിക്കുന്നു. ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. കുണ്ടലിനി പ്രാണൻ ഷഡാധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ പെരുമ്പറ, മൃദംഗം, കടുംതുടി മുതലായ വാദ്യവിശേഷങ്ങളുടെ മധുരനാദങ്ങൾക്ക് തുല്യങ്ങളായ ശബ്ദങ്ങൾ കേൾക്കാനിടയാകും എന്ന യോഗശാസ്ത്ര പ്രസിദ്ധമായ കാര്യം വിചാരിച്ച് എൻ്റെ മനസ്സ് കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന അകലെയായി ഭക്ഷണസാധനം കണ്ടാലെന്ന പോലെ ആകാംക്ഷാഭരിതമായി തീർന്നിരിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. അനാഹതനാദങ്ങൾ. ധ്യാനയോഗാഭ്യാസം ദൃഢപ്പെട്ട് കുണ്ടലിനി പ്രാണൻ ഉണർന്ന് സുഷുമ്ന നാഡിയിൽ പ്രവേശിക്കുന്നതോടെ യോഗിക്ക് ഉള്ളിൽ തേജോമയങ്ങളായ വിവിധ രൂപങ്ങൾ കാണാനും മധുരങ്ങളായ വിവിധ നാദങ്ങൾ കേൾക്കാനും ഇടവരുന്നു. പ്രാണൻ ഹൃദയസ്ഥാനത്തുള്ള അനാഹതമെന്ന ആധാരചക്രത്തിലെത്തുമ്പോൾ ഈ നാദങ്ങൾ ദീർഘതരങ്ങളും സ്പഷ്ടതരങ്ങളുമായി ഭവിക്കുന്നു. എവിടെ നിന്ന് മുഴങ്ങുന്നു എന്നറിയാൻ കഴിയാതെ മുഴങ്ങുന്നവയായതുകൊണ്ട് യോഗികൾ ഇവയെ അനാഹതനാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്.
അനാഹതമെന്നാൽ മുഴക്കപ്പെടാത്തത് എന്നർത്ഥം. മണിനാദം, പെരുമ്പറനാദം, ശംഖനാദം, വേണുനാദം, വീണാനാദം ഇങ്ങനെ പലതരത്തിലും അനാഹതനാദങ്ങൾ യോഗികൾക്ക് ഉള്ളിൽ അനുഭവപ്പെടാറുണ്ട്. ശ്രീ ശങ്കരഭഗവത്പാദരുടെ ദക്ഷിണാമൂർത്തി സ്തവത്തിന് വ്യാഖ്യാന രൂപത്തിൽ രചിച്ചിട്ടുള്ള കാരികയിൽ ശങ്കര ശിഷ്യനായ സുരേശ്വര ആചാര്യർ പറയുന്നത് നോക്കുക. പ്രാണേ സുഷുമ്നാം സംപ്രാപ്തേ നാദോം ശ്രൂയതേഷ്ടധാ ഘണ്ഡാദുന്ദുഭി ശങ്കാബ്ദി വീണാ വേണ്വാദി താളവത്. പ്രാണൻ സുഷുമ്നാനാഡിയിൽ പ്രവേശിച്ചാൽ യോഗിയുടെ ഉള്ളിൽ 8 വിധം നാദങ്ങൾ കേൾക്കാൻ ഇടവരുന്നു. മണിനാദം, പെരുമ്പറനാദം, ശംഖനാദം, സമുദ്രഘോഷം, വീണാനാദം, വേണുനാദം മുതലായവ അതിൽ ഉൾപ്പെടുന്നു. ശ്രീ ശങ്കര ഭഗവത്പാദർ തന്നെ പ്രബോധ ചന്ദ്രോദയം എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നു. ഭേരീ മൃദംഗ ശംഖാദ്യാഹത നാദേ മനഃക്ഷണം ഭ്രമതേ കിം പുനരനാഹതേസ്മിൻ മധുര മധുരേ ഖണ്ഡിതേ സ്വച്ഛേ. പ്രബോധ ചന്ദ്രോദയം 146 പദ്യമാണ്. മനുഷ്യർ മുഴക്കുന്ന ഭേരീനാദം, മൃദംഗനാദം, ശംഖനാദം മുതലായവയിൽ മനസ്സ് ക്ഷണനേരം ലയിച്ചാനന്ദിക്കുന്നു. മധുരങ്ങളായ അനാഹത നാദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആനന്ദം അവർണ്ണനീയമാണ്. ലോകവിഷയങ്ങളിൽ നിബദ്ധരായി ചഞ്ചലമായിരിക്കുന്ന മനസ്സിന് ഇത് സാധിക്കുകയില്ല. വിഷയബദ്ധമായ മനസ്സിനെയാണ് കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആനയോട് ആചാര്യൻ ഉപമിച്ചിരിക്കുന്നത്. അകലെ കാണുന്ന ഭക്ഷണമാണ് അനാഹത നാദ അനുഭൂതി. കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന അകലെ കാണുന്ന ഭക്ഷണത്തിന് കൊതിച്ച് വട്ടം കറങ്ങുന്നത് പോലെ വിഷയനിബദ്ധമായ എൻ്റെ മനസ്സ് അനാഹതനാദാനുഭൂതി പോലുള്ള യോഗാനുഭവങ്ങൾക്കായി വെമ്പൽ കൊള്ളുന്നു എന്ന് താൽപ്പര്യം. ഏതായാലും ഈ ജന്മത്തിൽ തന്നെ കർമ്മഗതി പൂർണ്ണമായി നിലച്ച് ജീവൻ മുക്തി വന്നില്ലെങ്കിൽ പോലും തത്വവിചാരം കൊണ്ടുണ്ടായ ജ്ഞാനാനുഭൂതി വിട്ടുപോകാതെ തുടരണമെന്നാണ് അടുത്ത പദ്യത്തിൽ ആചാര്യൻ അപേക്ഷിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ